എന്താ ഇതുവരെ ചോറായില്ലേ? ഇത്ര ഡിലേ എന്താ? അടിപൊളി കേട്ടോ. തേങ്ങ അരയ്ക്കാണ്ട് അതുപോലെ തന്നെ കുമ്പളങ്ങയോ മാങ്ങയോ ഒന്നും ഇടാണ്ട് നല്ല അടിപൊളി ഒരു മോരുകറി 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയാലോ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി സിമ്പിൾ ഒരു മോരുകറി റെസിപ്പി ഇതാ പിടിച്ചോട്ടോ. അപ്പോൾ ആദ്യം തന്നെ മോരുകറിക്ക് നമുക്ക് മോര് വേണം. അപ്പോൾ ഞാൻ കട്ടയായിട്ട് ഒരുപാട് പുളിയില്ലാത്ത ഈ തൈരാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിലുള്ള തൈര് യൂസ് ചെയ്യാം. അതിനകത്ത് കുറച്ച് ജീരകവും കുറച്ച് വെളുത്തുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനാണ്, ഇട്ടാൽ മതി. അവിടെ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ വേഗം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഉലുവയും ഇട്ട് കൊടുക്കണം കേട്ടോ. ഉലുവ ഒരു കുറച്ച് ഉണ്ടോ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഒന്ന് പൊട്ടട്ടെ കേട്ടോ. നമ്മുടെ കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കേണ്ടതാണ്. ഇതിലേക്ക് കുഞ്ഞുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഒന്ന് കളർ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവിനനുസരിച്ച് നമുക്ക് ടേസ്റ്റ് കുറച്ചുകൂടി കൂട്ടണമെങ്കിൽ എരിവൊക്കെ കൂട്ടിയിടാം. എൻ്റെ ഇഷ്ടത്തിന് ഞാനിത് നോക്കിയിട്ട് ഇനി ഇടാം കേട്ടോ. നമുക്ക് മഞ്ഞൾ ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, നല്ല മഞ്ഞ കളറായിട്ടിരിക്കും. കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് പഞ്ചസാര ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, പക്ഷേ അത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഒരു തരി പഞ്ചസാര ഞാൻ ഇതിൻ്റെ അകത്ത് എൻ്റെ ബ്രൗൺ ഷുഗർ ആയിട്ട് ആഡ് ചെയ്യണം. ഞങ്ങളുടെ പഞ്ചസാര ആഡ് ചെയ്യാം. ഇത്തിരി ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു പുളിശ്ശേരിയുടെ ഒക്കെ ഒരു ഫീല് കിട്ടും. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന ആ തൈരുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിനകത്തേക്ക് തീ കുറച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. നമ്മുടെ മോരുകറി റെഡിയാണ്. ആ കളർ ഇങ്ങനെ മാറി 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 ഇങ്ങനെ വരും കേട്ടോ. അല്ല നല്ല മണമൊക്കെ വരും ഈ സമയത്ത് കേട്ടോ. കാച്ചൊഴിക്കുമ്പോൾ ഉള്ളൊരു മണം ഉണ്ടല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.